നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബുദ്ധിയുടെയും വിദ്യയുടെയും നിരൂപണ ശക്തിയുടെയും വിവേകശക്തിയുടെയും കാരകനായ ബുധൻ 2025 സെപ്റ്റംബർ 15 രാവിലെ 11:10 സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിൽ നിന്നും സ്വന്തം ഉച്ചരാശിയും മൂലത്രികോണ രാശിയുമായ കന്നി സംക്രമിക്കുന്നു. 2025 ഒക്ടോബർ 3 വരെ ബുധൻ ഇവിടെ തുടരും. ഉച്ചരാശിയിലെത്തുന്ന ബുധൻ പൂർണ്ണ ബലവാനാകുന്നു. ഭദ്രയോഗത്തോടുകൂടിയാണ് ബുധൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് 12 രാശിക്കാർക്കും ബുധൻ ഗുണഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ ഇതിൽ 6 രാശിക്കാർക്കാണ് മഹാഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ രാശിക്കാരെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ബുധൻ മേടൻ രാശിയുടെ 3-6 ഭാവാധിപനാണ്. 2025 സെപ്റ്റംബർ 15 ബുധൻ മേടൻ രാശിയുടെ 6-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിലൂടെ ബുധൻ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്ന സമയം ഏത് കാര്യങ്ങൾക്കും വിജയമുണ്ടാകും. പ്രത്യേകിച്ചും വിദ്യാപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണിത്. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയവും ഉപരിപഠനത്തിനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നു. ഗ്രന്ഥപാരായണത്തിൽ താൽപ്പര്യം വളരെ കൂടും. ഗ്രന്ഥരചന നടത്താൻ കഴിയുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും അന്നവസ്ത്രാദി ലാഭവും പ്രതീക്ഷിക്കാം. ബുധൻ മേടൻ രാശിയുടെ 3-ാം ഭാവാധിപനായതിനാൽ ഏത് പ്രവൃത്തി ചെയ്യാനും ധൈര്യവും തൻ്റെ ഇടവും വർദ്ധിക്കും. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും പണവും കയ്യിൽ വന്നു ചേരുന്ന അവസരം കൂടിയാണ്. ബുധൻ മേടൻ രാശിയുടെ 6-ാം ഭാവാധിപനായതുകൊണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞുപോകും. രോഗങ്ങളിൽ നിന്നും മുക്തരാകും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവികളും അംഗീകാരങ്ങളും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു. ബുധൻ്റെ ഉച്ചസ്ഥിതി ബിസിനസ്സുകാരെ നല്ല രീതിയിൽ സഹായിക്കും. പുതിയ ബിസിനസ്സിൻ്റെ തുടക്കത്തിന് പറ്റിയ സമയമാണ്. ഒക്ടോബർ 2 വരെയാണ് ഈ വിശേഷപ്പെട്ട സമയം. ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ അധിപനും 4-ാം ഭാവാധിപനുമാണ് ബുധൻ. നിലവിൽ മിഥുനത്തിൻ്റെ 4-ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബസുഖവും മാതൃസുഖവും ബന്ധുഗുണവും ധനവൃദ്ധിയും നൽകുന്നു. വാഹനം, വീട് എന്നിവയുടെ ലഭ്യതയെ കാണിക്കുന്നു. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. കൃഷിയിൽ നിന്ന് വർദ്ധിച്ച ആനുകൂല്യം ലഭിക്കുന്ന സമയമാണ്. വീട് പണി തുടങ്ങാൻ അനുകൂല സമയം കൂടിയാണ്. ജന്മഭാവാധിപനായ ബുധൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കും. ഏത് കാര്യങ്ങൾ ചെയ്താലും അതിന് അഭിനന്ദനങ്ങളും കീർത്തിയും ലഭിക്കും. വിജയവും ഉണ്ടാകും. 4-ാം ഭാവാധിപനായതുകൊണ്ട് കുടുംബസുഖത്തെയും സന്തോഷത്തെയും ബന്ധുക്കളുടെ സഹകരണത്തെയും കൂടി സൂചിപ്പിക്കുന്നു. കുടുംബത്തിൽ സുഖാവസ്ഥ നിലനിൽക്കും. ഭാര്യാപുത്രാദികളിൽ നിന്നും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും. ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ കഴിയും. വൻപിച്ച ലാഭമുണ്ടാകും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷകരമായ ഒരനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂര, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ 2-ഉം 11-ഉം ഭാവാധിപനാണ് ബുധൻ. സെപ്റ്റംബർ 15 ശേഷം ധനഭാവമായ 2-ാം ഭാവത്തിലൂടെയാണ് ഉച്ചസ്ഥനായ ബുധൻ സഞ്ചരിക്കുന്നത്. കുടുംബസുഖവും ധനവർദ്ധനവും ഉണ്ടാകുന്നു. നിക്ഷേപങ്ങൾ ആരംഭിക്കും. പൂർവിക ധനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. വാക്കുകൊണ്ട് ധനം സമ്പാദിച്ചിരുന്നവർക്ക് അനുകൂല സമയമാണ്. അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, മീഡിയ പ്രവർത്തകർ എന്നിവർക്ക് സമയം വളരെ മെച്ചമാണ്. നല്ല വ്യക്തികളുമായുള്ള സഹകരണം വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. രത്നങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കും.
11ാം ഭാവാധിപൻ കൂടിയായ ബുധൻ ഇഷ്ടകാര്യങ്ങളെല്ലാം സാധിച്ചു തരും. ബിസിനസ്സിൽ വലിയ ഉയർച്ചയുണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, ലാഭം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അനുമതി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും. സഹപ്രവർത്തകർ അനുകൂലമായി സഹകരിക്കും. വാക്സാമർഥ്യം കൊണ്ട് എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. അങ്ങനെ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നത്. ഇത് ഉപയോഗിക്കുക. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ 11ഉം 8ഉം ഭാവാധിപനായ ബുധൻ സെപ്റ്റംബർ 15-ന് വൃശ്ചികത്തിൻ്റെ സർവാഭീഷ്ട സ്ഥാനത്തു കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഇത് ഒക്ടോബർ 2 വരെ തുടരും. ഇതൊരു ചെറിയ പീരീഡാണെങ്കിലും ഈ സമയത്ത് ബുധൻ വളരെ ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആരോഗ്യപുഷ്ടിയും ധനാഗമവും വർദ്ധിക്കും. അകന്നിരുന്ന ബന്ധുക്കളെല്ലാം അടുപ്പത്തിലാകും. കർമ്മരംഗത്തു നിന്ന് വരുമാനം വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും. സന്താന സുഖം അനുഭവിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗമിക്കും. വ്യവസായികൾക്ക് സമയം വളരെ അനുകൂലമാണ്. ബിസിനസ്സിൽ നിന്ന് ലാഭം വർദ്ധിക്കും. വിദേശങ്ങളിലേക്ക് ബിസിനസ് വിപുലീകരിക്കാൻ പറ്റിയ സമയമാണ്. നാനാതരത്തിൽ സാമ്പത്തികം കയ്യിൽ വന്നു ചേരും. പുതിയ വാഹനം ലഭിക്കുന്ന സമയം കൂടിയാണ്. പൊതുവെ സന്തോഷവും സുഖവും അനുഭവപ്പെടും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തിരാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 7ഉം 10ഉം ഭാവാധിപനായ ബുധൻ സെപ്റ്റംബർ 15-ന് ശേഷം ധനുരാശിയുടെ കർമ്മഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധൻ്റെ ഈ സഞ്ചാരം കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉദ്യോഗസ്ഥർക്ക് പുതിയ സ്ഥാനലാഭം ഉണ്ടാകും. ശത്രുക്കളെ പരാജയപ്പെടുത്തി ഉയരത്തിലെത്താൻ കഴിയും. വ്യാപാര വിജയമുണ്ടാകും. നോവലെഴുത്ത്, അധ്യാപനം, ഗവേഷണം എന്നിവ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉറപ്പാണ്. വാഹനം, വീട് എന്നിവയുടെ ലഭ്യതയെ കൂടി സൂചിപ്പിക്കുന്നു. കഥാശ്രവണത്തിനുള്ള സന്ദർഭമുണ്ടാകും. സാംസ്കാരിക രംഗത്തുള്ളവർക്ക് ശ്രേഷ്ഠമായ സമയം തന്നെയാണ്. സമ്പാദ്യം വർദ്ധിക്കും. പങ്കാളിയുടെ സഹായവും സ്നേഹവും കൂടി ലഭിക്കുന്ന സമയമാണ്. ഈ സമയം നല്ല പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുക. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ അഷ്ടമഭാവത്തിലാണ് ബുധൻ ഒക്ടോബർ 3 വരെ സ്ഥിതി ചെയ്യുന്നത്. കുംഭൻ രാശിയുടെ 5ഉം 8ഉം ഭാവാധിപൻ കൂടിയാണ് ബുധൻ. അഷ്ടമഭാവാധിപനായ ബുധനാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആരോഗ്യപുഷ്ടിയെയും രോഗമുക്തിയെയും സൂചിപ്പിക്കുന്നു. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് കീർത്തി, പ്രതാപം എന്നിവ ലഭിക്കും. വിദ്യ കൊണ്ട് കീർത്തി ഉണ്ടാക്കുന്ന സമയമാണ്. സാഹിത്യത്തിൽ അഭിരുചിയുള്ളവർക്ക് അത് വർദ്ധിക്കും. സാഹിത്യകാരന്മാർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. കലാകാരന്മാർക്ക് അവസരങ്ങൾ വർദ്ധിക്കുകയും ധനവരവ് കൂടുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് ദണ്ഡനാധികാരമുള്ള തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണുന്നു. 5ാം ഭാവാധിപൻ കൂടിയായ ബുധൻ വിദ്യാർത്ഥികളെ വളരെ ഉന്നതിയിലെത്തിക്കും. ഇൻ്റർവ്യൂകളിൽ തിളങ്ങാനും വിജയം കരസ്ഥമാക്കാനും കഴിയും. മുതിർന്നവർക്ക് മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ലഭിക്കുന്ന സമയം കൂടിയാണ്. പ്രണയം വിവാഹത്തിൽ കലാശിക്കാം. ദമ്പതികൾക്കും സന്തോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും ഈ സമയത്ത് ലഭിക്കുന്നത്. മുകളിൽ പറഞ്ഞ 6 രാശിക്കാർക്ക് ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. പൊതുവെ ബുധൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സമയത്ത് നല്ല ഫലങ്ങളാണ് എല്ലാ രാശിക്കാർക്കും നൽകുന്നത്. എല്ലാവരും ബുധനാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇഷ്ടവഴിപാടുകൾ നടത്തുക. അനുകൂല ഫലങ്ങൾ കൂടുതലായി ലഭിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.